നമസ്കാരം. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കയറി താമസ വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത്. ഇന്ന് കൂദാശയുടെ വീഡിയോ ആണ്, ഭവന കൂദാശയാണ്. അത് കാണിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭവന കൂദാശ നടത്തുന്നത് ബാവയാണ് കേട്ടോ. അബുൻമോർ ബെസേലിയോസ് ജോസഫ് ബാവയാണ് കേട്ടോ നടത്തുന്നത്. ഇത് ഹാളാണ് കേട്ടോ. അപ്പോൾ എല്ലാം ബഹളമൊക്കെ ആയതുകൊണ്ടിട്ട് കിട്ടിയത് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ കൂദാശയുടെ വീഡിയോ നമുക്ക് കാണാം. തന്റെ ദാസന്റെ വിശദീകരണം നിർവഹിക്കുന്ന സമയത്തും സകല പെരുന്നാളുകളും കാലങ്ങളും നേരങ്ങളുമായി ആരാധനയും ലഭ്യമാകുന്നു. പ്രാർത്ഥനകൾ സ്വീകരിക്കുകയും ആദ്യകടിഞ്ഞായ ഹാബേലിന്റെ കാഴ്ച അംഗീകരിക്കുന്നതുപോലെയും ഞങ്ങളുടെ ദൂരത്തെ മാറുന്ന കൈകൊള്ളണമേ. ഇപ്പോൾ ഈ ഭവനത്തിൽ വസിക്കുന്നവർക്ക് കർത്താവേ എന്നുള്ള ദൈവാതിദൈവവും കർത്താതികർത്താവും വിശ്വാസപൂർവ്വം തന്നെ വിളിക്കുന്നവർക്ക് മറുപടി നൽകുന്നതായുള്ളവയും ബലഹീനം ഭാവിയായ നിന്റെ ദാസനാവുന്ന അയോഗ്യനുകൾ എന്റെ ബലഹീന പ്രാർത്ഥന സ്വീകരിക്കുമാറാകണമേ. നോഹിനെയും മക്കളെയും മൃഗങ്ങളെയും പക്ഷികളെയും ഇഴയന്തുക്കളെയും ജലപ്രളയത്തിൽ ഉൾപ്പെട്ടതിൽ സംരക്ഷിച്ചതുപോലെയും നിന്റെ സ്നേഹിതനായ അബ്രഹാമിനെ രാജാക്കന്മാരുടെ വാളിൽ രക്ഷിച്ചവനെ അവന്റെ സമ്പത്തുകളെ അനുഗ്രഹിച്ച പ്രകാരവും ലോത്തിനെ രക്ഷിച്ചതുപോലെയും ലാബാന്റെ വനത്തിൽ വെച്ച് യാക്കോബിനെ നീക്കാത്തവനെ വലിയവനാക്കി സമ്പാദികൾ വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതുപോലെയും മിസ്രൈമിൽ ജോസഫിനെ സംരക്ഷിച്ച രാജാവെന്ന് ആധുനവാക്കി തീർക്കുകയും അവന്റെ സമ്പാദ്യം വരവോടെ വർദ്ധിപ്പിക്കുകയും അപകടങ്ങളിൽ നിന്ന് കാത്തുകൊള്ളുകയും ചെയ്തതുപോലെയും പുണ്യവാനായ യോബിന്റെ സമ്പാദ്യങ്ങൾ അവന്റെ ശിശുക്ക് ശേഷം ജീവനുള്ളതും ജീവിപ്പിക്കുന്നതുമായ ശുദ്ധമുള്ള സ്ലീബായാൽ മുദ്രവസപ്പെടുന്ന ഈ ഭവനം അനുഗ്രഹിക്കപ്പെട്ട അവിടെ പാകപ്പെടുമാറാകട്ടെ. മേലും
നമ്മുടെ ഭദ്രാസന സമാജം എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു. സഭയുടെ അധികന ദൗത്യ നിർവഹണത്തിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വർഷങ്ങളായി നമ്മളിത് ചെയ്യുന്നു. ഇതൊരു ജീവകാരുണ്യ പ്രവർത്തനം എന്ന് പറയുന്നതിൽ അപ്പുറമായി ഞാനിതിനെ കാണുന്നത് ആരാധനയ്ക്ക് അപ്പുറമുള്ള ആരാധനയാണ് ഇതിലൂടെ നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ ഓരോ ഇതുപോലുള്ള മഹത്തരമായ കർമ്മങ്ങൾ നിർവഹിക്കുമ്പോൾ അവിടെ സുവിശേഷം തുറന്നു വീഴുകയാണ്. ആരാധനയും സുവിശേഷവും ഒക്കെ ആരാധനയിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതോ സുവിശേഷങ്ങളൊക്കെ വചനത്തിൻ്റെ പ്രഘോഷണം മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല. അതിലപ്പുറമായിട്ട് സുവിശേഷം പറന്നു വീഴുന്നത് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ്. ആരാധന യഥാർത്ഥത്തിൽ പള്ളിയിൽ നിന്നും പള്ളിക്ക് വെളിയിലേക്ക് വിശ്വാസികളിലൂടെ അത് ആരാധന ഇതുപോലുള്ളതായ പ്രവർത്തനങ്ങളിലൂടെയാണ്. അതാണ് നമ്മൾ മാതൃകയാക്കേണ്ടത്. അതിൽ പങ്കാളികളാകുമ്പോൾ നിങ്ങളുടെ ആരാധന അർത്ഥവത്താകുന്നു. അതിൽ പങ്കാളികളാകുമ്പോൾ അതിൽ അവരോടൊപ്പം സന്തോഷിക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും സുവിശേഷത്തിലുള്ള വിശ്വാസം അവിടെ അർത്ഥവത്താവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സഹോദരങ്ങൾക്ക് ഇവിടെ ഒരു ആന്തരിയില്ല എന്ന് പറയാനിടയായി. എന്നോട് ചോദിച്ചു, ഈ വെള്ളം വാഴുന്ന ക്രമമൊക്കെ സാധാരണ വീട്ടിലെ ആണുങ്ങളാണല്ലോ ചെയ്യണേ. അപ്പം ഞാൻ പറഞ്ഞു, അതിനെന്താ, അവിടെ ആൺ പെൺ വ്യത്യാസം നോക്കേണ്ട ആവശ്യമില്ല. അവിടുത്തെ അവകാശികൾ ആരാണോ അവരത് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അതിന് വിമർശനമൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഒരു പ്രശ്നം നേരത്തെ ഉണ്ടായി. ഒരു വീട്ടിൽ ഒരു അപ്പം മരിച്ചു കഴിഞ്ഞാൽ സാധാരണ നമ്മുടെ ഒരു രീതി അനുസരിച്ച് മോശം ഇടുമല്ലോ, അതിന് ആണുങ്ങൾ ആരെങ്കിലും വേണം. അപ്പം അവിടെ ആണുങ്ങളില്ല, മുഴുവൻ പെണ്ണുങ്ങളാണ്. അപ്പം അന്നേരം അവരുടെ മരിച്ച ആളുടെ ഒരു അനിയനുണ്ട്. പിന്നെ പുള്ളിക്കാനുള്ള അവകാശം, പെണ്ണുങ്ങൾക്ക് ഇടാൻ പാടില്ലല്ലോ. അപ്പോൾ അനിയൻ ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ അനിയൻ ആ വീട്ടുകാർ ഭയങ്കര ഉടക്കാം. മരിച്ചിട്ടും വഴക്ക് തീരാൻ പുള്ളി തയ്യാറാണ്. അപ്പോൾ ഈ വിഷയം എൻ്റെ അടുക്കും എല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ അടുക്ക് വരുന്നത്. അപ്പോൾ ഞാനതിലൊരു മറുപടി എനിക്ക് എഴുതിയ മരിച്ചുപോയ മനുഷ്യൻ്റെ മോളാണ് എനിക്ക് കത്തെഴുതി. ഞാനൊരു സുന്നതോസിൻ്റെ വിഷയം അവതരിപ്പിച്ചു. നമ്മൾ തീരുമാനിച്ചു മരിച്ചു കഴിയുമ്പോൾ അപ്പനുണ്ട് അപ്പനും, അല്ലെങ്കിൽ മക്കളുണ്ട് മക്കളും, അതാണും പെണ്ണും ഉണ്ടെങ്കിൽ എല്ലാവരും ഒരുമിച്ച് കൂടി അങ്ങ് ഇട്ടോട്ടെ. നീ പാടില്ലെന്ന് കരുതി വേറെ ആരെയും കൊണ്ട് ഇടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പല പാരമ്പര്യങ്ങളും അത് കയറിക്കൂടിയിട്ടുള്ളത് ചില ആചാരങ്ങളുടെ ഭാഗമായിട്ടാണ്. നമ്മൾ മാനുഷിക മുഖം മറന്നുകൊണ്ടുള്ള ഒരു ആത്മീയതയ്ക്കും വലിയ അർത്ഥമൊന്നുമില്ല. എല്ലാ ആത്മീയതയിലും ഒരു മാനുഷിക മുഖവും കൂടി ഉണ്ടാകും. ആ മാനുഷിക മുഖം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ മുഖമാണ്. ആ ക്രിസ്തു മുഖമാണ് നമ്മളെപ്പോഴും എല്ലാ കർമ്മങ്ങളിലും കാണുന്നത്. ക്രിസ്തു ചേർത്ത് പിടിച്ചവരെ, സമൂഹം വളഞ്ഞിട്ട് ആക്രമിച്ചപ്പോഴും ചേർത്ത് പിടിച്ചവരെ നമ്മൾ അപ്രകാരം ചേർത്ത് പിടിക്കുന്നു. അങ്ങനെയുള്ള ഒരു ക്രിസ്തീയ ദൗത്യ നിർവഹണത്തിലാണ് നമ്മൾ പങ്കാളികളാവും. ഇതെല്ലാമാണ് ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിയിൽ പങ്കാളികളാവുക എന്ന് പറഞ്ഞത്. ഇതൊക്കെയാണ് നമ്മുടെ ഉത്തരവാദിത്വം. അതൊക്കെ തന്നെയാണ്. നമുക്കിങ്ങനെയുള്ള കർമ്മങ്ങൾ തുടരാം. അതിലൂടെ നമ്മുടെ ആരാധന സമ്പുഷ്ടമാകട്ടെ, അതിലൂടെ നമ്മുടെ പ്രാർത്ഥന ഫലപ്രദമാകട്ടെ, ഇതിലൂടെ നമ്മുടെ സുവിശേഷം തുറന്നു വീഴട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തിന് എല്ലാ ഭാവുകങ്ങളും നന്മകളും അനുഗ്രഹങ്ങളും നേരുന്നു. നന്നായിട്ട് പഠിക്കണോട്ടോ. ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടികർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. അനുഗ്രഹിത ഭവനപുരാശയിൽ സംബന്ധിച്ച നിങ്ങളെല്ലാവരും ദൈവമായ കർത്താവ് നിന്റെ വലത് കരം നീട്ടി വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും നിങ്ങൾക്കുള്ള സകലത്തെയും വാഴ്ത്തി പുണ്യപ്പെടുത്തുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായിട്ടുള്ള പ്രാർത്ഥനകൾ അതവേറെ അങ്ങയുടെ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും ഈ ഭവനത്തോടിൽ പാർക്കുന്നവരോടുകൂടിയും സന്നദ്ധിയിലേക്ക് വാങ്ങിപ്പോരാത്മാക്കളോടുകൂടി നാളുണ്ടായിരിക്കുമാറാകട്ടെ. പ്രിയ ദൈവത്തിനും ഭാവത്വം ഉണ്ടാകട്ടെ. എത്രയും ശ്രേഷ്ഠനായ പാവ തിരുമനസ്സുകൊണ്ട് വന്നെത്തുകയും ഈ വീട് കൂടാശ നിർവഹിച്ച് അനുഗ്രഹിക്കുകയും ചെയ്തു. അത് പറയുവാനായിട്ട് പാവായുടെ സന്നിധിയിൽ അരമനയിൽ ഞാനും പോയിട്ടുണ്ടായിരുന്നു.
ആകെ ഒരു ദിവസം മാത്രമേ ഒരു ചെറിയ ഗ്യാപ്പായിട്ടൊന്നും ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാ ദിവസങ്ങളിലും ബാവ ഓരോ സഭയുടെ പ്രവർത്തനങ്ങളിലും ആയിട്ട് യാത്രയിലായിരുന്നു. രാപകലില്ലാതെ ഓടുകയായിരുന്നു. ജോഷിയച്ചൻ്റെ അടുത്ത് നോക്കാൻ പറഞ്ഞപ്പോൾ ഒരേ ഒരു ഡേറ്റേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ബാവ അത്രയും തിരക്കിൻ്റെ ഇടയ്ക്കാണ് ഈ ഒരു കാരുണ്യത്തെ പ്രതി വരാമെന്ന് ഏൽക്കുകയും വരികയും ചെയ്തത്. ബാവയുടെ കൃപാത്വങ്കിൽ ഈ ഭവനത്തിന് വേണ്ടി, കക്കാട് ഇടവയ്ക്ക് വേണ്ടി, വനിതാ സമാജത്തിന് മൊത്തത്തിനു വേണ്ടി ഞാൻ നന്ദിയും സ്നേഹവും അർപ്പിച്ചുകൊള്ളുന്നു. വാക്കുകൾ ഉപസംഹരിക്കും.